രണ്ടടാൻ 2024 വൺ ഓഫ് ദി ബെസ്റ്റ് അനിമയായിരുന്നു. ആക്ച്വലി ഇതിൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, അതിന് ഇടയ്ക്ക് 2 വീഡിയോ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ ഇതിൻ്റെ ഒരു ഫൈനൽ റിവ്യൂ ചെയ്യാൻ ഞാൻ വിട്ടുപോയതാണ് സീരീസ് അല്ലെങ്കിൽ അനിമെ കഴിഞ്ഞിട്ട്. ഇപ്പം 12 എപ്പിസോഡായിരുന്നു ഈ അനിമയ്ക്ക് ഉണ്ടായിരുന്നത്. ഇതിൻ്റെ സെക്കൻഡ് സീസൺ 2025 ജൂലൈയിൽ റിലീസാകും. സീസൺ തീർന്നു. ഫിനാലെ എപ്പിസോഡിൻ്റെ പിറ്റേ ദിവസം വരെ അനൗൺസ് ചെയ്തു, ട്രെയിലറും വിട്ടു എന്നുള്ളതാണ്. അത്ര ഫാസ്റ്റായിട്ട് പരിപാടികൾ നടത്തിയെന്നുള്ളതാണ്. ഇത് 12 എപ്പിസോഡും ഭയങ്കര രസകരമായിട്ട് ഭയങ്കര എൻഗേജിങ് ആയിട്ട് പോകുന്നൊരു അനിമെ. അത് ഫൺ എലമെൻറ്റ്സ് ഉണ്ട്, അഡ്വഞ്ചർ ഉണ്ട്, റൊമാൻസ് ഉണ്ട്, ഹാർട്ട് ബ്രോക്കൺ സീൻസ് ഉണ്ട്. അങ്ങനെ പോകുന്ന ഓരോ എപ്പിസോഡും. ഇതിനകത്ത് ഒരു എപ്പിസോഡും നമുക്കൊന്ന് ഇത് പോരായിരുന്നു എന്ന് പറയാനായിട്ട് പറ്റില്ല. അത്രയ്ക്ക് ഗംഭീരമായിട്ട് ചെയ്തു വെച്ചിട്ടുള്ള 12 എപ്പിസോഡാണ് ഇതിൻ്റെ ഫസ്റ്റ് സീസണിലുള്ളത്. അപ്പം ഇതിൻ്റെ അകത്തെ കുറച്ച് എപ്പിസോഡ് ഭയങ്കര ഫൺ എലമെൻ്റായിട്ട് പോകുന്നു. അപ്പോൾ നമ്മളൊക്കെ ഇത് സീരീസ് ഫുള്ളായിട്ട് ഫൺ എലമെൻ്റായിട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ നമ്മൾ ഡിപ്രസ്ഡ് ആകുന്ന ഒരു എപ്പിസോഡ് കൊണ്ടിരുന്നു. അതുപോലെ തന്നെ ഓരോ ക്യാരക്ടേഴ്സിൻ്റെ ബാക്ക് സ്റ്റോറി പറഞ്ഞു പോകുന്നു, അത് മോട്ടീവ്സ് പറഞ്ഞു പോകുന്നു. അങ്ങനെ എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ ഒരു അനിമയെ കൊണ്ടുപോയിട്ടുള്ളത്. അപ്പം സ്റ്റോറി ഭയങ്കര രസമായിട്ട് ഒരു ഹൈസ്കൂളിൽ നടക്കുന്ന സംഭവം. ഹൈസ്കൂളിലെ 2 പിള്ളേർ തമ്മിലുള്ള പ്രശ്നങ്ങളാണ്. അവർ തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് കാണിച്ചു പോകുന്നത്. അപ്പം മോമോ ഏസ എന്ന് പറയുന്ന നായകൻ, കെൻഡൻ ടെക്കക്കുരു എന്ന് പറയുന്ന നായകൻ. അപ്പം ഇവർ രണ്ടും ഭയങ്കര ഡിഫറൻ്റ് ആയിട്ടുള്ള ആളുകളാണ്. നായകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നായകൻ UFO ഏലിയൻസിൽ ഭയങ്കര വിശ്വാസം, ഇതൊക്കെ ഉണ്ട്, എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ള രീതിയിൽ നിൽക്കുന്നു. നമ്മുടെ നായിക എന്ന് പറഞ്ഞാൽ UFOയിലൊന്നും ഒരൊട്ടും വിശ്വാസമില്ല. പുള്ളിക്കാരി ഒരു ചെറിയ ഗോസ്റ്റ് സെൻ്ററൊക്കെയാണ്. പുള്ളിക്കാരുടെ ഫാമിലി ആയിട്ട് ഗോസ്റ്റ് സെൻ്ററാണ്, കുറച്ച് പവേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞാൽ UFO ഒന്നുമില്ല, ഗോസ്റ്റുകളാണ് ഉള്ളത്. അങ്ങനെ ഒരു ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു സിറ്റുവേഷനിൽ ഇവർ തമ്മിൽ കണ്ടുമുട്ടുന്നതും. അപ്പം ഇവർ തമ്മിൽ ഈ ഒരു UFO ഗോസ്റ്റ് തമ്മിൽ അടിയാകും. അതായത് ഒരാൾ പറയും UFO ഉണ്ടെന്ന്, മറ്റേ ഗോസ്റ്റ് ഉണ്ടെന്ന് പറയും. രണ്ടുപേരും ഒരു സാധനത്തിൽ വിശ്വാസമില്ല. അപ്പോൾ ഇവരെന്തൊക്കെ ഒരു ബെറ്റ് വെക്കുന്നു, UFO ഉള്ളിടത്ത്, UFO ഉണ്ടെന്ന് പറയപ്പെടുന്നിടത്ത് മോമോ പോകണം, അതുപോലെ തന്നെ ഗോസ്റ്റ് ഉണ്ടെന്ന് പറയപ്പെടുന്നിടത്ത് നമ്മളുടെ കെന്നും പോകണം. അങ്ങനെ ഇവരവിടെ പോകുന്നത് ഇവർക്ക് സെയിം ടൈമിൽ ഒരു UFO ഇൻട്രാക്ഷൻ ഉണ്ടാകുന്നു, ഒരാൾക്ക് ഗോസ്റ്റ് ഇൻട്രാക്ഷൻ ഉണ്ടാകുന്നു. അത് കഴിഞ്ഞ് നടക്കുന്ന ഭയങ്കര രസകരമായിട്ടുള്ള കാര്യം, നമ്മുടെ നായകന് ഈ ഒരു ഗോസ്റ്റിൽ നിന്നിട്ടൊരു ഭയങ്കര സൂപ്പർ നാച്ചുറൽ പവർ കിട്ടുന്നതുമാണ് പിന്നെ കാണിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഭയങ്കര രസകരമായിട്ടുള്ള ഒരു സാധനം കാണിച്ചു പോകുന്നു. അതിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന, അത് അന്വേഷിച്ച് ഒരു സാധനം കളഞ്ഞു പോകുന്നു. ആ സാധനം അന്വേഷിച്ച് പോകുന്നതാണ് ഇവർ രണ്ടും കൂടെ. അതിനിടയ്ക്ക് കുറേ ക്യാരക്ടേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. പിന്നെ അങ്ങനെ സൈഡ് ക്യാരക്ടേഴ്സ് വരുന്നു. അങ്ങനെ ഓരോ സാധനങ്ങൾ പറഞ്ഞു. ഇതിനകത്ത് ഇപ്പം നോക്കുകയാണെന്നുണ്ടെങ്കിൽ സൈഡ് ക്യാരക്ടേഴ്സിന് ഭയങ്കര ഓറയാണെന്നുള്ളതാണ്. ഓരോ ക്യാരക്ടർ വരുന്ന എല്ലാ ക്യാരക്ടേഴ്സിനും ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. ഒരു നേർഡായിട്ടുള്ള നായകൻ, ഭയങ്കര പോപ്പുലറായിട്ടുള്ള നായിക സ്കൂളിൽ തന്നെ, ഇവർ തമ്മിലൊരു ചെറിയ ഇടയ്ക്കൊരു കണക്ഷൻ, റൊമാൻസ്, കെമിസ്ട്രികളൊക്കെ വരുന്നു. സത്യം പറഞ്ഞാൽ ഇത് ഭയങ്കര രസമാണ് കണ്ടുകൊണ്ടിരിക്കുക. ഒരു ടീൻ ഫണ്ണായിട്ടുള്ള ഡ്രാമയൊക്കെ കാണില്ല, ആ ഒരു രീതിയിൽ കണ്ടിരിക്കാൻ പറ്റും. ഒരു കിഡിലെന്ന് പറഞ്ഞാൽ കിഡിലൻ സാധനമാണ്. 12 എപ്പിസോഡ് നമ്മളിങ്ങനെ ഇരുന്ന് കണ്ടു. ഇപ്പോൾ റീവാച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഇരുന്ന് റീവാച്ച് ചെയ്യും, എന്നാലും നമുക്ക് ബോറടിക്കില്ല. അത്രയ്ക്ക് ഫൺ എലമെൻറ്റ്സോടുകൂടിയാണ് ഈ 12 എപ്പിസോഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. നിങ്ങൾ മിസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഭയങ്കര ഒരു സാധനമാണ് മിസ് ചെയ്യുന്നത്. ഒരു ഭയങ്കര വലിയ അനിമയായിരിക്കും മിസ് ചെയ്യുന്നത്. അതുപോലെ ബിഗിനറായിട്ടുള്ള ആളുകൾക്കൊക്കെ കാണാൻ പറ്റുന്ന ഒരു അനിമയാണ്. അതായത് പ്രത്യേകിച്ച് എക്സ്പെക്റ്റേഷൻ ഒന്നുമില്ല, നിങ്ങൾ വലിയ ട്വിസ്റ്റുകളും ടേണുകളൊന്നും ഇല്ലാത്ത സ്റ്റോറിയാണ്. 12 എപ്പിസോഡേ ഉള്ളൂ, ഫസ്റ്റ് സീസണാണ്. അപ്പം നിങ്ങൾക്ക് ആ ഒരു സ്റ്റോറിയുടെ കൂടെ തന്നെ നിങ്ങൾക്ക് കണ്ടുപോകാൻ പറ്റും എന്നുള്ള രീതിയിൽ കാണാൻ പറ്റുന്ന ഒരു അടിപൊളി സീരീസ് ആയിരിക്കും ഡണ്ടഡാൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഓപ്പണിങ് ക്രെഡിറ്റ് സീൻ അല്ലെങ്കിൽ ആ ഒരു ടൈറ്റിൽ സോങ് ഭയങ്കര വൈറലാണ്. ഭയങ്കര രസമാണ് അത് കണ്ടിട്ട്. നമ്മൾ സ്കിപ്പ് ചെയ്ത് കാണുന്ന കുറച്ച് ടൈറ്റിൽ ട്രാക്കുകളില്ലേ, അങ്ങനെ എടുത്തു വെക്കാൻ പറ്റുന്ന ഒരു ടൈറ്റിൽ ട്രാക്കാണ് ഡണ്ടഡാൻ്റെത്. കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻസ് പറയാം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ബൈ ഗൈസ്.